നമസ്കാരം. 1992 സംസ്ഥാന അവാർഡിൽ ആധാരത്തിലെ പ്രകടനത്തിന് മുരളിക്കായിരുന്നു അവാർഡ്. പ്രേമ കാരന്തായിരുന്നു ആ വർഷത്തെ ജൂറി ചെയർപേഴ്സൺ. എസ്.എൽ. പുരമൊക്കെ ജൂറി അംഗങ്ങളായിട്ടുണ്ടായിട്ടും തലേ വർഷം സി.ബി. മലയിലിനും എം.ടിക്കും മോഹൻലാലിനുമൊക്കെ അവാർഡുകൾ ലഭിച്ചതിനാൽ സതയത്തിന് ഒരു കുഞ്ഞ് അവാർഡ് പോലും കൊടുക്കണ്ട എന്ന് ആ വർഷം തീരുമാനിച്ചു കളഞ്ഞു. അങ്ങനെയാണ് സതയം തള്ളപ്പെട്ടത്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചില്ലേന്ന്. അതായത് 500 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതെത്തി പി.ടി. ഉഷ ഈ വർഷം അവാർഡ് വാങ്ങിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം അവർക്ക് കൊടുത്തില്ല, അതുകൊണ്ട് ഈ വർഷം കൊടുക്കണ്ട എന്ന് പറയുന്നതിൽ എന്ത് ന്യായമൊന്നും ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് സതയം തഴയപ്പെട്ടത്. ചൈതന്യ പറഞ്ഞ പോലെയായിരുന്നു കുഞ്ഞുകുട്ടൻ്റെ കാര്യവും. 5-6 വയസ്സ് മുതൽ ചിട്ടയായി വർഷങ്ങളോളം പരിശീലിച്ച് നേടിയെടുക്കാനാവുന്ന കലാരൂപമാണല്ലോ കഥകളി. ക്യാപ്സ്യൂളായി ബാലപാഠം പഠിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ മെയ് വഴക്കത്തോടെ കാഴ്ചവെക്കുന്ന മോഹൻലാൽ എന്ന അഭിനേതാവിൻ്റെ പ്രകടനം നേരിട്ട് ക്യാമറയുടെ പിന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന കലാമണ്ഡലം ഗോപി ആശാൻ ഉൾപ്പെടെ ഈ ലാൽ മാജിക്കിൽ അത്ഭുതം കൂറിയവരാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഗോപി ആശാൻ മോഹൻലാലിനോട് ചോദിച്ചത്. നൃത്തം പഠിക്കാതെ എങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് മോഹൻലാലിനോട് തന്നെ ചോദിച്ചത് പ്രശസ്ത നർത്തകിയും കമൽഹാസൻ്റെ ആദ്യത്തെ ഭാര്യയുമായ വാണി ഗണപതിയാണ്. അതിന് മോഹൻലാൽ പറഞ്ഞ മറുപടി, എനിക്കറിയില്ല, ആരോ എൻ്റെ ഉള്ളിലിരുന്ന് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. അഭിനയമല്ല, ബിഹേവിംഗ് ആണ് തൻ്റെ രീതി എന്നാണല്ലോ മോഹൻലാൽ പറയാറ്. അയാൾക്കെന്തോ പരിഭവമുണ്ട്, മനസ്സറിഞ്ഞ് അഭിനയിക്കുന്നില്ല, ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ ചില സംവിധായകർക്ക് തോന്നാറുണ്ട് മോഹൻലാൽ അഭിനയിക്കുമ്പോൾ. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അയാൾ എന്തോ മാനസിക സംഘർഷത്തിലാണ് സെറ്റിലേക്ക് വന്നതെന്ന് തോന്നുന്നു. അതോ നമ്മുടെ കഥാപാത്രം ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ വിചാരിച്ച് സന്ദേഹിക്കും. കാരണം ക്യാമറയുടെ മുന്നിൽ മോഹൻലാൽ അഭിനയിക്കുന്ന കാണുമ്പോൾ, എഡിറ്റിംഗ് സ്ക്രീനിൽ മോഹൻലാലിൻ്റെ വിഷ്വൽ ഇട്ട് കാണുമ്പോൾ ഈ കഥാപാത്രം ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മളെ മോഹൻലാൽ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞത് പ്രശസ്തനായ ഒരു സംവിധാനമാണ്. ആരെന്ന് എനിക്ക് ഓർമ്മയില്ല. സെറ്റിൽ വെച്ച് ഇൻഡിഫറൻ്റായിട്ട് പെരുമാറും പോലെ അഭിനയിച്ചിട്ട് അത് സ്ക്രീനിൽ കാണുമ്പോൾ അയ്യോ ഈ സീനിന് ഇതിനപ്പുറം അഭിനയിക്കാൻ പറ്റില്ല, ഇതെങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് തോന്നും. അത്ര കൃത്യമായിരിക്കും മോഹൻലാലിൻ്റെതെന്ന് ഒരു പ്രശസ്തനായ സംവിധായകനാണ് പറഞ്ഞത്. നമ്മുടെ ഏതോ ഒരു നല്ല സംവിധായകനാണ് പറഞ്ഞത്. സ്ക്രീനിൽ 100% കൃത്യമായ പ്രകടനമായിരിക്കും മോഹൻലാൽ നൽകുന്നത്. അഭിനയത്തിൽ എനിക്ക് ഗുരുക്കന്മാരില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ കരുതിയ പല കഥാപാത്രങ്ങളും കണ്ടവർ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥത്തിൽ കഥകളി ചമയങ്ങൾ അണിയുമ്പോൾ പൂർവ്വ സൂര്യകളെ മനസ്സുകൊണ്ട് ഞാൻ നമിക്കുമായിരുന്നു. ഇതാണ് കുഞ്ഞുകുട്ടൻ്റെ പ്രിപ്പറേഷൻ എന്ന് മോഹൻലാൽ പറഞ്ഞാൽ നമുക്ക് അതിശയിക്കാനേ കഴിയുള്ളൂ. കമലദളത്തിലെ നന്ദഗോപനായും വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകുട്ടനായും പാദമുദ്രയിലെ മാധു പണ്ടാരമായാലും ലാൽ മാജിക്കിൻ്റെ ഉദാഹരണങ്ങളാണ് എന്ന് ഞാൻ പറയും. അമ്പലമില്ലാതെ അതുപോലെ വേറൊരു പടമുണ്ട്, ഇട്ടിമാണി എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാൽ പെൺപിള്ളേരുടെ കൂടെ മാർഗം കളിക്കുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഞാനിങ്ങനെ ആലോചിച്ച് ഈ മനുഷ്യന് ഇത് എങ്ങനെ കഴിയുന്നു, മാർഗം കളിക്കുന്നു, നല്ല മെയ് വഴക്കത്തോടെ ചടുലതയോടെ മനോഹരമായി ആ ചിരി, മുഖത്തെ ചിരി വേണം കാണാൻ മാർഗം കളിയുടെ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്ന ഭജനപ്പാട്ട് പാടുന്നതിനിടയിൽ പാദമുദ്രയിലാണല്ലോ കണ്ടവൻ്റെ ഭാര്യയെ നോക്കി ഒരു വഷളം ചിരിയുണ്ട് മാധു പണ്ടാരത്തിൻ്റെ. സീമയെ നോക്കിയിട്ടാണ് ഒരു ചിരിയുണ്ട്, ഒരു വഷളം ചിരി. ആ ചിരി ചിരിക്കാൻ ഒരു മോഹൻലാൽ അല്ലാതെ മറ്റൊരു നടൻ നമ്മുടെ സിനിമയിലില്ല എന്ന് ഞാൻ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻ്റായി എന്നെ വിലയിരുത്തരുത്. ഞാൻ സത്യസന്ധമായി പറയാണ്. ആ മോഹൻലാൽ ചെയ്ത മാധു പണ്ടാരത്തിൻ്റെ ആ ചിരി ടൈറ്റ് ക്ലോസിലാണ് സുമാര സാർ എടുത്തിരിക്കുന്നത്. സീമയെ നോക്കി ചിരിക്കുമ്പോൾ സീമ തല മാറ്റിക്കളയും. കാരണം തൊട്ട് മുന്നിൽ ഭർത്താവ് നെടുപടി വേണം ഇരിപ്പുണ്ട്. ആ വഷളം ചിരിക്കാൻ, അല്ലെങ്കിൽ വെള്ളമടിച്ച് കോണ് തിരിഞ്ഞ് ട്രെയിനിൽ കയറി സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയെ കാണുമ്പം മമ്മൂക്ക എന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന, അതിങ്ങനെ ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ പോലും മോഹൻലാലിന് പകരക്കാരനില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഒന്നുകൂടെ കണ്ടു നോക്കൂ. 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിനാണ് എന്നറിഞ്ഞ് മമ്മൂട്ടി അടക്കമുള്ള സഹപ്രവർത്തകരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം അഭിനന്ദന കുറിപ്പുകളിട്ടല്ലോ. അതിൽ ശ്രദ്ധേയമായത് അമിതാഭ് ബച്ചൻ കുറിച്ച ഒരു കുറിപ്പാണ് എന്നെനിക്ക് തോന്നുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നിങ്ങൾക്ക് ലഭിച്ചതിൽ മോഹൻലാൽ ജി ഞാൻ സന്തോഷവാനാണ്. അതിയായ സന്തോഷം തോന്നുന്നു.
ഏറ്റവും അർഹമായ അംഗീകാരം. ഒരുപാട് അഭിനന്ദനം. നിങ്ങളുടെയും കരകൗശലത്തിൻ്റെയും വലിയ ആരാധകനാണ് ഞാൻ. ഏറ്റവും പ്രകടമായ ചില വികാരങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിലെ ലാളിത്യം ശരിക്കും ശ്രദ്ധേയമാണ്. നിങ്ങളുടെ അജേയമായ കഴിവുകൾ കൊണ്ട് ഞങ്ങളെയെല്ലാം ആദരിക്കുന്നത് തുടരട്ടെ. ഞങ്ങൾക്കൊരു പാഠമായി തുടരട്ടെ. അതിരറ്റ ആദരവോടും അഭിമാനത്തോടും കൂടി ഞാൻ എപ്പോഴും ഒരു സമർപ്പിത ആരാധകനായി തുടരുന്നു. നമസ്കാർ എന്ന് പറഞ്ഞാണ് അമിതാഭ് ബച്ചൻ കുറിപ്പിട്ടിരിക്കുന്നത്. 2 സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കുന്നതിനിടയിൽ മോഹൻലാൽ ആർജിച്ചെടുത്ത സൗഹൃദം തീർച്ചയായിട്ടും അമിതാഭ് ബച്ചൻ്റെ മനസ്സിലുണ്ടാവും എന്നുള്ളത്. ചങ്ങാത്തം കൂടാൻ മോഹൻലാലിന് ഒരു മടിയില്ലല്ലോ. 2001 മോഹൻലാൽ ആദ്യമായി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2019 പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2009 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണലായി. കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ട് കോളേജുകളിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടി. 2 തവണത്തെ നല്ല നടൻ്റെ അവാർഡുകളടക്കം ദേശീയ തലത്തിൽ 5 അവാർഡുകൾ അദ്ദേഹം നേടി. TP ബാലഗോപാലൻ MA എന്ന് പറഞ്ഞ സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ നിന്നാണല്ലോ ആദ്യമായി മോഹൻലാലിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്. 9 തവണ അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് നേടി. മലയാള സിനിമയിൽ നിന്നും ഒരു നടൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങുന്നത് ഇതാദ്യമാണ്. അല്ലെങ്കിൽ 2 മലയാളികളാണ് ആകപ്പാടെ ഇതുവരെ ഈ 54 വർഷത്തിനിടയിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന് കൊണ്ടുവന്ന. ഒന്ന് അടൂരും പിന്നൊന്ന് മോഹൻലാലും. അത് കാലത്തിൻ്റെ ഒരു നീതിയാണെന്ന് ഞാൻ പറയും. കാരണം ഗുണ്ടാ ലുക്കുള്ള അഭിനേതാവായതിനാലാണ് തൻ്റെ സിനിമകളിലേക്ക് മോഹൻലാലിനെ വിളിക്കാത്തതെന്ന് പറഞ്ഞ അടൂരിൻ്റെ പിന്നാലെ മോഹൻലാലിന് തന്നെ ഫാൽക്കെ അവാർഡ് ലഭിച്ചത് തീർച്ചയായിട്ടും കാലത്തിൻ്റെ നീതിയാണെന്ന് ഞാൻ പറയും. ചില സന്ദർഭങ്ങളിൽ അടൂർ ഇതുപോലുള്ള വിവരക്കേടുകൾ പറയും. മോഹൻലാലിനെ കണ്ട ഈ ഗുണ്ടാ പടങ്ങൾ ചെയ്തത് മോഹൻലാലിനൊരു ഗുണ്ടാ ഇമേജാണെന്ന് ആലോചിക്കേ. അപ്പോൾ ഈ ബലാത്സംഗം ചെയ്യുന്നവരെയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് എന്ത് തോന്നുമെന്നോ, TG രവിയെയും ബാലങ്കി നായരെയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് എന്ത് വികാരമാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അടൂരിന് കിട്ടിയ അവാർഡ് മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം നേടിയെന്നുള്ളതാണ്. 21 വർഷത്തിന് ശേഷം അത് സാധിച്ചതും കൂടി നമ്മളിവിടെ ഓർക്കണം. 2004 അടൂരിന് ഫാൽക്കെ അവാർഡ് നൽകിയത്. നടൻ മാത്രമല്ലല്ലോ മോഹൻലാൽ, നിർമ്മാതാവും വിതരണക്കാരനും കഥാകൃത്തും സംവിധായകനും ഗായകനും ഒക്കെയല്ലേ. സമഗ്ര സംഭാവന എന്ന പട്ടികയിൽ 100% അർഹനാണ് മോഹൻലാൽ. ഒരു അഭിനേതാവിനെ പറ്റി നാട്യ ശാസ്ത്രക്കാരൻ ഭരതമുനി പറഞ്ഞിരിക്കുന്നത് 4 തരംതിരിച്ചുകൊണ്ടാണ്. ആംഗികം, വാചികം, ആഹാര്യം, സ്വാധികം എന്ന 4 ഘടകങ്ങൾ ചേരുന്നവനാണ് നല്ല നടനെന്നാണ് ഭരതമുനി പറഞ്ഞത്. ആംഗികം എന്ന് പറഞ്ഞാൽ ശരീരഭാഷ, വാചികം എന്ന് പറഞ്ഞാൽ സംഭാഷണ രീതി, ആഹാര്യം എന്നാൽ അയാൾ ധരിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടി ധരിക്കുന്ന വേഷവിധാനങ്ങൾ. ഇത് 3 ചേർന്നാൽ അഭിനയത്തിൻ്റെ പൂർണ്ണതയായി എന്നാണ് ഭരതമുനി പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ സ്വാത്വികം എന്നാൽ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നവൻ അതുല്യനായിരിക്കും. തന്മയീ ഭാവത്തെയാണ് സ്വാത്വികം എന്ന് പറയുന്നത്. അഭിനയത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും തന്മയിപ്പിക്കുക, കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക, ഈ കഥാപാത്രമായി ജീവിക്കുക, അതാണ് സ്വാത്വികം. ശരിക്കും അർത്ഥം പറഞ്ഞാൽ പരകായ പ്രവേശം. വിചാരിക്കാതെ കിട്ടിയ ഒരടിയിൽ സന്ദീപ് ബാലകൃഷ്ണൻ വെട്ടിയിട്ട പോലെ നിലത്തേക്ക് വീഴുമല്ലോ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ. അറിയാതെ ഒരു അടി കിട്ടിയപ്പോഴാണ് വീണത്. അയാൾ ഒരു പടിക്കെട്ടിൽ അടിച്ചു വീഴും. നട്ടലിന് പരിക്ക് പറ്റി. ചികിത്സയ്ക്കായി വിശദമായി ചികിത്സിക്കാനായിട്ട് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ഡോക്ടർ വിശദമായി തന്നെ സന്ദീപിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മുടെ പ്രേക്ഷകർ എത്ര ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. സത്യേട്ടൻ എത്ര തവണ മോഹൻലാലിനെ ഓർമ്മിപ്പിച്ചു എന്നും എനിക്കറിയില്ല. പിന്നീടുള്ള ഓരോ സീനിലും, ആ വീഴ്ചയ്ക്ക് ശേഷമുള്ള ഓരോ സീനിലും സന്ദീപ് മേനോൻ തൻ്റെ ലിമിറ്റേഷൻ ആരും അറിയാതെ ശ്രദ്ധിക്കുന്നത് നമ്മൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചെറു വേദന വരുമ്പോൾ അയാൾ കടിച്ചമർത്തുന്ന നൊമ്പരത്തിൻ്റെ ചെറു കണികൾ ചിത്രം തീരും വരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ, പടിക്കെട്ട് കയറുമ്പോഴൊക്കെ ആ നട്ടലിനുള്ള പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന രീതിയിലാണ് ഹൃദയപൂർവ്വത്തിൽ മോഹൻലാൽ അഭിനയിച്ചത്. അഷ്മേഴ്സ് ബാധിച്ച എത്ര പേരെ മോഹൻലാൽ എന്ന പ്രതിഭ കണ്ടു, അവരെ കണ്ട് എത്രയൊക്കെയാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. പതിയെ
രോഗം കടന്നു പിടിക്കുന്ന രമേശൻ നായർ ഓരോ അവസ്ഥയിലും നമ്മുടെ കണ്ണുകളെ നമ്മളറിയാതെ നനച്ചിരുന്നു എന്നുള്ളതാണ് തന്മാത്രയുടെ വിജയം. ഇതായിരിക്കണം ഭരതമുനി പറഞ്ഞു തന്ന സ്വാതികം. അഭിനയത്തിൻ്റെ പൂർണ്ണതയും കടന്ന് അഭിനയത്തിൻ്റെ കഥാപാത്രമായി ജീവിക്കുക. ജോർജ് കുട്ടിയെ സഹദേവൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ തല്ലിച്ചതയ്ക്കുമ്പോൾ നമുക്കുണ്ടായ നൊമ്പരം പാപനാശത്തിൽ സ്വയംഭൂവിനെ തല്ലുമ്പോൾ തോന്നാത്തത് കമൽഹാസൻ മോശം നടൻ ആയതുകൊണ്ടല്ല, സ്വാതികം ലാലിനോളം ഇല്ലാതെ പോയതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. ഇങ്ങനെ വേണമെങ്കിൽ മോഹൻലാലിൻ്റെ ഓരോ കഥാപാത്രങ്ങളും എടുത്ത് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. എന്തായാലും അർഹതപ്പെട്ട ഒരു കയ്യിൽ തന്നെയാണ് 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിയിരിക്കുന്നത്. മലയാളിക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇപ്പോൾ അദ്ദേഹം അവാർഡൊക്കെ വാങ്ങി ഹോട്ടലിൽ വന്ന് കാണും. പ്രിയപ്പെട്ട ലാലേട്ട, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് അംഗങ്ങൾക്ക് ബാല്യമുണ്ട്. എനിക്ക് പറയാനുള്ളത്, താങ്കൾ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ തുടങ്ങിയ അഭിനയ രീതി അല്ലെങ്കിൽ സെലക്ഷൻ, സിനിമ സെലക്ഷൻ ഇനിയും തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഹൃദയപൂർവ്വം പോലുള്ള, തുടരും പോലുള്ള മലയാളി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സിനിമകളാണ് ഇനി നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടന് 55ാമത് കൊടുക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ, സിനിമാക്കാർ കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം രോഗഗ്രസ്തയായി കിടക്കുന്ന എൻ്റെ അമ്മയോട് ചെന്ന് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാക്കാർ കൊടുക്കുന്ന അവാർഡ്, പുരസ്കാരം കിട്ടിയെന്ന് പറയാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ അമ്മ സംസാരിക്കുന്നത് എനിക്ക് മാത്രമേ മനസ്സിലാവൂ, അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരം അമ്മയെ കാണുന്നവർക്കേ മനസ്സിലാവൂ. ആ അമ്മയോട് ചെന്ന് പറയാൻ കഴിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം എന്ന് മനസ്സ് തുറന്നൊരു മകൻ പറയുമ്പോൾ അയാളെ കൂടെ നിൽക്കാനാണ് നമുക്ക് കഴിയുന്നത്. പ്രിയപ്പെട്ട ലാലേട്ടന് ഇനിയും ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ കിട്ടി ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനായി ഈ ലോകത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.